ഇത് ഞങ്ങൾ ചേർത്തലയിൽ വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു പാർക്കാട്ടോ, അഖിലാഞ്ജലി സ്റ്റുഡിയോ പാർക്ക് എന്ന പേര്. ഇന്നലെ വൈകുന്നേരം പിള്ളേരെല്ലാവരുമായിട്ട് നമ്മളിതാ പാർക്കിലേക്ക് വന്നതാണ്. ചേർത്തലയിലേക്ക് പോരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പറയും അഖിലാഞ്ജലി പോകണോട്ടാന്ന്. എന്തായാലും നല്ലൊരു പാർക്കാട്ടോ, ഒരുപാട് ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ ഗെയിംസും ഒക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഇപ്പോൾ ഇവർ ചെന്നപ്പോൾ തന്നെ ആദ്യം ഇൻഡോർ ഗെയിംസ് സെക്ഷനിലേക്കാണ് പോയത്. ഇവിടെ എൻട്രി ടിക്കറ്റ് അഡൽസിന് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് ഫ്രീ ആണ്. പിന്നെ ഇൻഡോർ ഗെയിംസിനൊക്കെ എക്സ്ട്രാ പേ ചെയ്യണമെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള റേറ്റാണ് ഓരോ ഗെയിംസിനും ഒരു വാങ്ങുന്നത്. അപ്പം നമ്മൾ എറണാകുളത്തൊക്കെ 1 മിനിറ്റിന് എത്ര രൂപയാണ് പോകുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാവിഷായിട്ട് തന്നെ എല്ലാ ഗെയിംസും കളിക്കാം. അങ്ങനെ മാക്സിമം എല്ലാ ഇൻഡോർ ഗെയിംസ് ഇവർ ട്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. കാരണം നല്ല മഴക്കാറുണ്ട്, ഇപ്പം മഴ പെയ്യുന്നുള്ള മട്ടിൽ നിൽക്കുക. അപ്പോൾ ഇനി പുറത്ത് സൈക്ലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ മഴയ്ക്ക് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളടുത്ത ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതാണ് ഇവരുടെ മെയിൻ ഏരിയ കേട്ടോ. അപ്പോൾ ഇവിടെ സൈക്കിളൊക്കെ ഇങ്ങനെ ചവിട്ടാൻ ചുറ്റിനും ഒരുപാട് സ്ഥലമുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇവർക്ക് എൻജോയ് ചെയ്യാനും പറ്റി. കുറച്ച് അധികം നേരം തന്നെ അവർ കളിച്ചു. അപ്പോൾ ഇപ്പോൾ അത് വിശപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നല്ലൊരു കോഫി ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറി വരെ വിശപ്പ് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ നല്ല ഇടിവെട്ടിയുള്ള മഴ. അങ്ങനെ ആ മഴയത്ത് ഞങ്ങൾ നല്ല ചൂട് കട്ട്ലറ്റും ചായയും കുട്ടികൾക്ക് ബർഗറും ഒക്കെ വാങ്ങിക്കൊടുത്തു. എന്നിട്ട് മഴ മാറുന്ന ലക്ഷണമൊന്നുമില്ല. പിന്നെ ഒരു സ്റ്റാഫിൻ്റെ കുട വാങ്ങിയിട്ടാണ് ഞങ്ങൾ പാർക്കിംഗ് പോയി വണ്ടി എടുത്തത്. എൻ്റെ കൂടെയുള്ളത് ദീയാണ് കേട്ടോ, എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. എന്തായാലും നല്ല രസമുള്ളൊരു ഈവനിങ് ആയിരുന്നു. കുട്ടികൾ മഴയ്ക്ക് മുന്നേ കളിച്ചും കഴിഞ്ഞു. പിന്നെ മഴയത്തുള്ളൊരു ടീ ടൈമും ഈ ഒരു ഡ്രൈവും നമ്മുടെ കൂടെ എല്ലാവരും ഉള്ളപ്പം അതൊക്കെ ഒരു രസമല്ലേ.